ഹായ് ഗൈസ്, നമ്മൾ ഉള്ളൊരുക്കുന്ന സിനിമ കാണാൻ വേണ്ടി PVR ഒബ്റോൺ മോളിൽ വന്നിരിക്കുന്നതാണ്. വനിതമിതല്ല 10 മണിക്കത്തെ ഷോ കാസ്റ്റ് ആൻഡ് ക്രൂ ബുക്ക് ചെയ്ത് തുടങ്ങി. ഈ സിനിമ ഫോറം മോൾ PXലുണ്ട്, പക്ഷേ ഷോ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തോ 7:30 ഷോ ഉണ്ട്. പറ്റിയാൽ അവിടെ പോയി കാണാം, നല്ല സിനിമ ആണെങ്കിൽ. സ്ക്രീൻ 4ലാണ്. K1011. അപ്പോൾ സിനിമ ഉണ്ട്. ഞങ്ങളതിപ്പോൾ കാറിലെത്തി. അടുത്ത പടമുണ്ട്, അതുകൊണ്ട് കാറിലിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സിനിമ കണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്ലോ പേസ്ഡ് ഒരു പടമാണ്. ക്ഷമ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സ്റ്റെല്ലർ പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ഉർവശി, പാർവതിയും കിഡിലിനായിട്ടുണ്ട്. ഇത് റിമൈൻഡറാണ്. മലയാളത്തിലെ അഭിനയിക്കാൻ അറിയാവുന്ന, അഭിനയത്തിന് പ്രാധാന്യം നൽകുന്ന 2 നടിമാരുടെ കിടിലം പെർഫോമൻസാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അത്ര സൂപ്പറായിട്ടാണ് ഇതിനകത്ത് ഉർവശി ആയാലും പാർവതി ആയാലും ഈ റോള് ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടർ എളുപ്പമല്ല ചെയ്യാനും. പിന്നെ ഈ സിനിമ എടുക്കാൻ അവർ ചെയ്ത ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് ഒരു സാധാരണ പ്രേക്ഷകന് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വെള്ളത്തിൽ അത്രയും നേരം നിന്ന് സിനിമ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പ പരിപാടിയല്ല. കാരണം നമ്മൾ 1 മിനിറ്റായിട്ട് കാണുന്ന ഷോട്ട് ചിലപ്പോൾ കുറേ മണിക്കൂറുകൾ കൊണ്ട് എടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ കാല് കുറേ നേരം വെള്ളത്തിൽ മുങ്ങി നിന്നാൽ തന്നെ കാല് കുതിരും, കുറച്ച് കഴിയുമ്പോൾ കാല് മരവിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതും വല്ല തോട്ടിലേക്കുള്ള വെള്ളമാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഇതിനകത്ത് രണ്ടും ഉണ്ട്. എനിക്കൊന്ന് കൃത്രിമമായിട്ട് ചെയ്തിരിക്കുന്ന വെള്ളമുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ളതും വരുന്നുണ്ട്. കാരണം ഒരു തോട് ഒരു പ്രദേശം മൊത്തം എന്തായാലും വെള്ളം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ ലെവലായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയണത് ഇത് എളുപ്പമല്ല ഈ സിനിമ എടുക്കൽ. പക്ഷെ ഇതൊരു മുഴുനീള എൻ്റർടൈൻമെൻറ്റ് ടൈപ്പ് പടമേ അല്ല. ഭയങ്കര ഡാർക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഭയങ്കര റിയലിസ്റ്റിക്കാണ്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു എഫക്റ്റ് നൽകിയിട്ടുണ്ട്. അത് ടുവേർഡ്സ് ലാസ്റ്റ് നമ്മുടെ നെഞ്ച് പിടിച്ച് കുലുക്കും. എസ്പെഷ്യലി ഉർവശിയുടെ ഒരു സംഭവം ഉണ്ട്, അത് അടിപൊളിയാണ്. അതുപോലെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഒരു അമ്മയും മോളും, അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഒരു സ്പോയിലറായി പോകാൻ ചിലപ്പോൾ, അതുകൊണ്ട് അങ്ങനെ പറയണം. പക്ഷെ ഒരു അമ്മയും മോളുടെ ഒരു ബന്ധമുണ്ട്. അതൊരു ബ്ലഡ് റിലേഷൻ സാധനം അല്ല, പക്ഷേ അത് ഭയങ്കര സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള അമ്മയും മകളും എന്നുള്ളത്. എൻ്റെ പൊന്നു, അത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് കുലസ്ത്രീ ടീമുകൾക്കൊക്കെ ഇത് പൊളിയും സിനിമ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അത്രയും പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള നടിമാരിൽ ഉർവശി അല്ലാതെ ഈ റോൾ ആർക്കെങ്കിലും പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അത്ര സൂപ്പറാണ്. ഉർവശിയുടെ ഓരോ ഫേസ് എക്സ്പ്രഷൻ, കരയണൊക്കെ ഭയങ്കര റിയൽ ആയിട്ടാ തോന്നിയത്. നമുക്കത് ഭയങ്കര റിയൽ ആയിട്ട് തോന്നുന്നു. റിയലിനേക്കാൾ എനിക്ക് ജീവിക്കലായിട്ട് ഫീൽ. ശരിക്കും അങ്ങനെയാണ് ഇതിനകത്ത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉർവശിയുടെ മകനായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളി നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടുപോയിട്ടുള്ള ഒരാളാണ്. പുള്ളി നല്ല രസമായിട്ട് ആ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയോട് പല വികാരങ്ങളും ഇതിൻ്റെ ഇടയിൽ തോന്നും. ദേഷ്യം തോന്നും, എമ്പതി തോന്നും, പലതും തോന്നും. പക്ഷേ അത് അമ്മ ഈസ് അമ്മ, അതൊരു സംഭവമായിട്ടാണ് ഉർവശി അത് പോർട്രേ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പെയിൻഫുള്ളാണ്. അത് നമുക്ക് കണ്ണീരോടെ അല്ലെങ്കിൽ നെഞ്ച് വിങ്ങലോടെ മാത്രമേ ഈ സിനിമ കാണാൻ പറ്റുള്ളൂ ഉർവശീനെ കാണുമ്പോൾ. അത് അങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഉർവശി തന്നെ ഒരു ഇന്റർവ്യൂല് പറയുകയുണ്ടായി. ഇന്റർവ്യൂലാണോ ബിഗ് ബോസ്, ഞാൻ ഇന്റർവ്യൂ ഒന്നും ഞാൻ കണ്ടായിട്ട് എൻ്റെ ഓർമ്മയില്ല. മറ്റേ ബിഗ് ബോസിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യമൊന്നുമുണ്ട്. അതായത് ഉർവശി റോള് ചെയ്യുമ്പോഴേക്കും ഇമോഷൻസ്, ഇങ്ങനത്തെ റോളുകൾ ഉർവശി അധികം ചെയ്യാറില്ല. കാരണം ഉർവശി അതിലേക്ക് ഇൻവോൾവ് ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകുന്നു. അത് കാണാനുണ്ട്, അതെനിക്ക് മനസ്സിലായി. എനിക്ക് എത്ര പറഞ്ഞാലും ഈ സിനിമയിലുള്ള ഉർവശിയുടെ ആക്ടിങ്ങിനെ എനിക്ക് എത്ര പറഞ്ഞാലും വർണ്ണിക്കാൻ പറ്റൂല. അത് നിങ്ങൾ കാണണം. പക്ഷേ ഇത് ഞാൻ ഇതൊരു കമേഴ്ഷ്യൽ ഒരു മസാല ടൈപ്പ് പടമേ അല്ല. ഇത് ക്ഷമയോടെ മര്യാദക്ക് മൊബൈലൊക്കെ സൈലന്റ് ആക്കി പോക്കറ്റിൽ വെച്ചിരുന്ന് വൃത്തിക്കിരുന്ന് കാണേണ്ട പടമാണ്. അല്ലാതെ നിങ്ങൾ സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ എന്താ പറയുക മസാല പടം കാണുന്ന വൈബിൽ വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ അല്ല. അതുകൊണ്ട് തന്നെ ആ മൈൻഡിൽ വരുന്നവന്മാർ തിയേറ്ററിൻ്റെ അകത്തേക്ക് കാലുകുത്തണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇത് വേറെ മാതിരി പടമാണ്.
പിടിച്ച് കുലുക്കണ ഒരു പടമാണ് ശരിക്കും. പുറത്തിറങ്ങിയാലും നമുക്ക് ആ ഒരു മൈൻഡ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടാണ് ഈ സിനിമ എന്ന് വെച്ചാൽ ഇമോഷണലി ബുദ്ധിമുട്ടിലാക്കും നമ്മളെ. മുന്നറിയിപ്പൊക്കെ പോലെയാണ് ഈ സിനിമ. മുന്നറിയിപ്പ് ഭയങ്കര ഡാർക്കാണ്. ഇവള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്താണ് ഇമയു ഒക്കെ പോലെയാണ് സംഭവം. ഇമയു പക്ഷെ ഇമയു ഭയങ്കര സീൻ പടമാണ്, ഭയങ്കര ഡാർക്ക്. എനിക്ക് ആ സിനിമ ഒരു കാലത്തിന് രണ്ടാമത് കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ സിനിമ എനിക്ക് അതുപോലെ എനിക്ക് തോന്നുന്നുള്ള ഇപ്പോൾ എനിക്ക് ഒന്നുകൂടി കാണാൻ പറ്റുമെന്നുള്ള. ഞാനിപ്പോ അതാ പറഞ്ഞു, എനിക്ക് ഒന്നും കൂടെ കാണാൻ എനിക്ക് എന്തായാലും പറ്റില്ല. ഞാൻ സിനിമ കഴിഞ്ഞപ്പോ തന്നെ ഏട്ടടുത്ത് പറഞ്ഞു ഇത് സെക്കൻഡ് ടൈം കാണാൻ പറ്റില്ല. ഇത് PXL സ്ക്രീനിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുള്ള ആ സിനിമ ഞാൻ മിക്കവാറും ഇത് രണ്ടാമത് കാണാൻ പോകില്ല. ഞാൻ അമ്മേനെ അല്ലെങ്കിൽ അമ്മയുടെ ഫ്രണ്ട്സിനെ ഒന്നിച്ച് വിടാൻ ഞങ്ങൾ പ്ലാൻ. കാരണം എനിക്ക് പറ്റൂല ഈ സിനിമ രണ്ടാമത് കാണാൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു നമുക്ക് 3 പേർക്ക് കൂടെ രാത്രി PXL കാണാന്നുള്ളത്. ഞാൻ സിനിമ കഴിഞ്ഞപ്പോ തന്നെ ഏട്ടടുത്ത് പറഞ്ഞു ഞാനില്ലാന്ന് പറഞ്ഞു. കാരണം എനിക്ക് പറ്റില്ല. എനിക്ക് ഇനി ആ ഒരു സംഭവം ഇതൊരു ഇമോഷണൽ റൈഡാണ്. ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി കൂടുതലൊന്നും പറയാനുള്ള, ഞങ്ങൾ കൂടുതലൊന്നും വലിച്ചു കിട്ടാൻ നിൽക്കണം. നിങ്ങൾ ഈ സിനിമ ഇങ്ങനൊരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തരം പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. പിന്നെ പ്രോപ്സ് ടു ദ ഡയറക്ടർ. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്, കണ്ട ഒരിക്കലും പറയില്ല. ഭയങ്കര ഒരു മഹേഷ് നാരായണന്റെ സിനിമ കാണുന്ന ഒരു വൈബൊക്കെയാണ് എനിക്ക് കിട്ടിയത്. എന്താണ് പിന്നെ മൊത്തത്തിൽ ക്രിസ്റ്റോ സേവിയർ അല്ലേ ആളുടെ പേര്? ക്രിസ്റ്റോ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം എനിക്ക് അറിയത്തില്ല. റോണി സ്ക്രൂവാല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസറാണ്. എന്താണ് ഹിന്ദിയിലൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ്. എന്തായാലും കിടിലം പടം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ചില ഷോട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഫുൾ മഴയാണ്, ഭൂരിഭാഗം മഴയും വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു ഭയങ്കര ടഫാണ് എടുക്കാൻ. ക്യാമറ ഭയങ്കര ടഫാ. വേറെ ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇയർ കണ്ടതിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള പടങ്ങളിൽ ഒന്നാണ്. അത്രേ ഉള്ളൂ, ഇത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. അത്രേ പറയാനുള്ളൂ. അപ്പൊ ബൈ ബൈ.